രാത്രി ഈ ഭാഗം ഭയങ്കര ഇരുട്ടാട്ടോ. ഇവിടെയൊക്കെ ഭയങ്കര കാടായിരിക്കുമേ. ഇന്നിപ്പോൾ തൊഴിലുറപ്പുകാർ വന്നിട്ട് അവിടെ സൈഡൊക്കെ വെട്ടിത്തെളിച്ചിട്ട് കയ്യാര വയ്ക്കുക. ഇവിടെ നമ്മുടെ നാട്ടിൽ ഇവിടെ പറയുകയാണെങ്കിൽ മാട്ടം കെട്ടുക എന്ന് പറയും. അതിൽ മത്ത കയറി കിടന്നിട്ട് ഇവിടെയൊക്കെ ഭയങ്കര കാടായി. മത്ത നമുക്ക് മത്തങ്ങ തരുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിരിക്കുന്നത്. തന്നില്ലെങ്കിലല്ലേ മത്ത വിവരം അറിയുന്നത്. തൊഴിലുറപ്പുകാരൊക്കെ പോയപ്പോൾ ഞാൻ ഈ പണി കാണാൻ വേണ്ടിയിട്ടൊന്ന് ഇറങ്ങി വന്നതാണ്. എന്തായാലും അവർ കെട്ടിയ മാട്ടം അവിടെ കുറച്ച് കുപ്പി പറക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഞങ്ങൾ താമസത്തിന് വന്നിട്ട് 2 വർഷമല്ലേ ഉള്ളൂ. അപ്പോൾ അതിന് മുമ്പൊക്കെ ഇവിടെ ഭയങ്കര പുതിയമാരുടെ വെള്ളമെടുക്കാരുടെ ശല്യമായിരുന്നു. എന്താ ബീറും കുപ്പികളിരിക്കുന്നത്. അങ്ങോട്ട് താഴേക്ക് പോയാൽ വിറകൊക്കെ പറക്കാം. ഒറ്റയ്ക്ക് പോയാൽ എനിക്ക് പേടിയാണ്. വല്ല പന്നി, പുലി, കടുവ ഒക്കെ ഉണ്ടെങ്കിലേ വെറുതെ എന്തിനാ. ഇതാട്ടോ നമ്മുടെ വീട്. അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ ഭയങ്കര പേടിയാണ് ഓർമ്മ. രാത്രി പകലൊന്നും പ്രശ്നമില്ല. പകലൊന്നും ഞാൻ അങ്ങോട്ട് ഇറങ്ങി പോവില്ല. അങ്ങോട്ടൊക്കെ പോകാൻ എനിക്ക് പേടിയാണ്. പന്നിയൊക്കെ വന്ന് കിടക്കണ്ടാവും കാട്ടിൽ. അതുകൊണ്ട് പകലൊക്കെ പോകാൻ പേടിയാണ്. രാത്രി ഈ ഭാഗത്തേക്ക് നോക്കാനും പേടിയാണ്. എന്തായാലും തൊഴിലുറപ്പുകാർ വന്നിട്ടിങ്ങനെ കെട്ടിക്കൊടുക്കുന്ന കാരണം എനിക്കൊരു സമാധാനം. നമ്മുടെ ഇവിടെ ഇങ്ങനെ അതിർത്തി വെച്ചിട്ട് വള്ളി കെട്ടിയാണോ. അതങ്ങനെ അവിടെ ചരട്. ഇതിങ്ങനെ ഒരു വഴി. എന്താ വഴി ആ റോഡിലേക്കാണ് പോകുന്നത്. താഴെ അവിടെ കുത്തനെ ഇറക്കാം. അവിടേക്കൊന്നും അയ്യോ കൊതുക് പോകുക എന്ന് പറഞ്ഞാൽ ദുർഘട തോട്ടത്തിൽ കൂടെ. പണ്ട് ഇതിലൊരു ചവിട്ട് വഴി ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ആ വഴി താഴേന്ന് അടച്ചു എന്ന് തോന്നുന്നു. ആരും ഇതിൽ വന്ന് കാണുന്നില്ല. നമ്മുടെ ഈ സൈഡ് ഇവിടെ ചരട് കെട്ടിയിട്ടുണ്ട് കേട്ടോ. അതതിലെ കെട്ടിപ്പൊക്കുക എന്ന് പറഞ്ഞാൽ ഇത്തിരി പണിയാണ്. നമുക്കേതായാലും റോഡിൽ കൂടെ ഫ്രണ്ടിൽ കൂടെ ഇറങ്ങിപ്പോൾ ബാക്കിൽ കൂടെ വന്നിട്ട് ഫ്രണ്ടിൽ കൂടെ പോകണം. ഈ വട്ടം അവിടെ പെരുത്ത കാടാണ്. എനിക്കത് വെട്ടാൻ പേടിയായിരുന്നു. വട്ടം കണ്ടോ? കാരണം ലൈൻ കമ്പി മുകളിൽ നിൽക്കുന്നുണ്ട്. അല്ല ഷോക്കടിക്കുമെന്ന് ഓർത്തിട്ട് പേടിച്ചിട്ട് ഞാനത് വെട്ടാതെ നിർത്തിയതാണ്. ഇനിയിപ്പോൾ അവർ വന്നപ്പോൾ അത് വെട്ടിത്തന്നു. ഇവിടെ കാടായി. അതൊന്ന് വീശിക്കളയണം. എന്തും മണ്ണിലും ചെളിയിലും കൈവെക്കണമെങ്കിൽ കുഞ്ഞിവിടുന്ന് പോകണം. കാരണം എപ്പോഴും അതിനെ ഓടിച്ചെന്നെടുക്കുന്നതല്ലേ. അന്നേരം ഞാൻ ചെളിക്കകത്തൊക്കെ പോണത് ശരിയാവില്ല. അങ്ങനെ ഒന്ന് വട്ടം കറങ്ങി വന്നു. അവർ നാളെ ഉണ്ടാവും. ഈ മുറ്റത്തൊക്കെ കാട് വളർന്നു. അത് കാരൊന്ന് കേട്ടു. കുഞ്ഞു പോയിട്ടാണ് മുറ്റത്ത് ഇനി പണിയെടുക്കുന്നുള്ളൂ. ഞാൻ അതിലായിട്ട് നമ്മൾ അവിടെ നിട്ടാണ് ഇങ്ങനെ പോയത്. പിന്നെ കാണാം.